Yeah. Yeah. അപ്പോൾ അടുത്ത് നമുക്ക് ടപ്പിൾസിനെ പറ്റി പഠിക്കാം. എന്താണ് ടപ്പിൾസ്? അപ്പോൾ ടപ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതും ഒരു സീക്വൻസ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ടപ്പിൾ എന്ന് പറയുന്നത്. ലിസ്റ്റ് പോലെ തന്നെയാണ് ഈ ടപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ടപ്പിൾ എന്താണ്, അതുപോലെ തന്നെ ടപ്പിളിൽ എങ്ങനെ ഒരു എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മളൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, tuples.py. ഓക്കെ, tuples.py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു എംപ്റ്റി ടപ്പിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ t ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് t, ഇതൊരു എംപ്റ്റി ടപ്പിളാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ ലിസ്റ്റ് പഠിച്ച പോലെ തന്നെ ഇതിൽ നമുക്ക് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതും സെയിം തന്നെയാണ്. നേരത്തെ ലിസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സാക്ട് സെയിം തന്നെയാണ് ഈ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്കൊരു സിംഗിൾ വാല്യൂ ടപ്പിൾ, അതായത് ഒരു ടപ്പിളിൻ്റെ അകത്ത് ഒരൊറ്റ വാല്യൂ മാത്രമുള്ള ഒരു ടപ്പിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു എംപ്റ്റി വാല്യൂ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ 3 കൊടുത്തെന്ന് വിചാരിച്ചോ, ഇതൊരു ടപ്പിളായിട്ട് മാറുമോ? ഇല്ല, അത് ജസ്റ്റ് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സിംഗിൾ വാല്യൂ ടപ്പിൾ മാത്രം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ വാല്യൂ ടപ്പിളാവും. ഓക്കെ, കണ്ടോ, ഇതൊരു ടപ്പിളായി മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കൊടുക്കേണ്ട വാല്യൂ കോമ, ജസ്റ്റ് ഒരു സിംഗിൾ ടപ്പിളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിംഗിൾ വാല്യൂ ടപ്പിളിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. സിംഗിൾ വാല്യൂ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു വാല്യൂ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ വാല്യൂ ടപ്പിളാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്താലും ഇതൊരു ടപ്പിളായിട്ട് തന്നെ മാറുന്നത്. ഓക്കെ, കണ്ടോ, ഇതും ഒരു ടപ്പിളായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ടപ്പിൾസിൽ ഇൻപുട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് എടുക്കാനെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ലിസ്റ്റിൽ നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് ഇതിലും ഇവാൽ ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? t=eval, ഇവാലിൻ്റെ അകത്ത് ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, ഇവാലിൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് പാസ് ചെയ്യും. ഇൻപുട്ടിൻ്റെ അകത്ത് നമ്മൾ എന്ത് സ്ട്രിങ് ആണോ എഴുതി കാണിക്കേണ്ടത് അത് നമ്മൾ അവിടെ എഴുതി കാണിക്കും. ഓക്കെ, എൻ്റർ ടപ്പിൾ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സേവ് ചെയ്തിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുക എന്താണ് എഴുതി കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റർ ടപ്പിൾ എലമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റിൻ്റെ സമയത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് നമുക്ക് എന്തൊക്കെ എലമെൻറ്റ്സ് വേണോ അതെല്ലാം നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. സെയിം രീതി തന്നെയാണ് ടപ്പിളിൽ നമ്മൾ എന്ത് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്? നോർമൽ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ 1 2 3 4.5 5.5 A B C എന്ന് പറയുന്ന വാല്യൂസ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അതിനുശേഷം എൻ്റർ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ആ ഒരു ടപ്പിൾ പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഡേറ്റ ടൈപ്സ് കൊടുത്തത് സെയിം രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു പ്രിൻറ്റ് ചെയ്ത് വരുന്ന ടപ്പിൾസിൻ്റെ അകത്തും വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ടപ്പിൾസ് ഇൻപുട്ട് എടുക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഇനി ഒരു ലിസ്റ്റിനെ എങ്ങനെ നമുക്ക് ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഇപ്പോൾ ഞാനത് കോപ്പി ചെയ്യാം, ആകുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ടി എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണെന്ന് വിചാരിച്ചോ, ഈ ടി എന്ന് പറയുന്ന ഒരു ലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ടി എന്ന് പറയുന്ന ലിസ്റ്റായിട്ടാണ് വരുന്നത്. അടുത്ത് എനിക്കിത് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടീനെ എനിക്ക് കൺവേർട്ട് ചെയ്ത് ടപ്പിളിലോട്ട് മാറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ നോർമൽ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെ ലിസ്റ്റിനെ നമ്മൾ ടപ്പിളിനെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തതുപോലെ ലിസ്റ്റിനെ നമുക്ക് ടപ്പിളിലോട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ടപ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക.
അതിൻ്റെ അകത്ത് ഈ ഒരു ടി എന്ന് പറയുന്ന ലിസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. പ്രിൻറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും ടപ്പിളായിട്ട് വരും. ജസ്റ്റ് നമ്മൾ ടി മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് വരും? അതൊരു ലിസ്റ്റായിട്ടായിരിക്കും വരുന്നത്. കണ്ടോ, ഇതൊരു ലിസ്റ്റായിട്ടാണ് വരുന്നത്. ഇൻ കേസ് നമുക്കത് മാറ്റി ടപ്പിളിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടപ്പിൾ ഫംഗ്ഷൻ പാസ് ചെയ്യും. അതിൻ്റെ അകത്തോട്ട് ഈ ഒരു ടി എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു ടപ്പിളായിട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ നമുക്ക് ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഫംഗ്ഷൻ ആണ്. ഈ ലെങ്ത് ഫംഗ്ഷൻ നമ്മൾ ലിസ്റ്റിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ടപ്പിളിലാണെന്നുണ്ടെങ്കിൽ സെയിം രീതി തന്നെയാണ്, ലെങ്ത് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ LEN, അതിനുശേഷം നമ്മളത് തിരിച്ച് വീണ്ടും അത് ടപ്പിളാക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മളതൊന്ന് റൺ ചെയ്ത് നോക്കുക. കണ്ടോ, 8 വന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടപ്പിളിൻ്റെ അകത്ത് മൊത്തം 8 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. ഇനി ഇൻഡെക്സിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡെക്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7 അത് തന്നെയാണ് ഇൻഡെക്സിങ്. ബാക്ക്വേർഡ് ഇൻഡെക്സിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1, -2, -3, -4, -5, -6, -7, -8 ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. സ്ട്രിങ്സിലാണെന്നുണ്ടെങ്കിലും ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും ടപ്പിളിലാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് സിമിലർ ആണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ടപ്പിളാണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്, ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ആണ്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ലൈസിങ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് സ്ലൈസ് ചെയ്യേണ്ടത്? ടി നമ്മൾ നേരത്തെ ലിസ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? ടി ഓഫ് എനിക്കിപ്പം 1, 2, 3 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 0, 2, 0, 1, 2 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വരെ മാത്രമേ വരത്തുള്ളൂ. ഈ ഒരു 2 വരെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 1, 2, 3 വന്നു ഈ ഒരു ടപ്പിളായിട്ട്. ഓക്കെ, ഇനി എനിക്ക് 4.5ഉം 5.5ഉം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ 3 തൊട്ട് 5 കൊടുക്കും. ഓക്കെ, എന്ന് പറഞ്ഞു 4.5ഉം 5.5ഉം. അപ്പോൾ ഇത് എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ആവശ്യാനുസരണം അത് നിങ്ങൾക്ക് സ്ലൈസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇനി വേറെ ഒരെണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററാണ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ നമ്മളെല്ലാവരും ഓൾറെഡി നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, റിഫ്രഷ് ചെയ്യുക ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററിൽ ഇന്നും ഉണ്ട്, നോട്ട് ഇന്നും ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് നോക്കാം. 1 ഇന്ന് ടി ട്രൂ ആണോ ഫോൾസ് ആണോ വരേണ്ടത്? ട്രൂ ആണ് വരേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ടീൻ്റെ അകത്ത് 1 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രൂ കാണിച്ചു. അപ്പം 1 നോട്ടിന് കൊടുത്താലോ ഫോൾസ് വരും. കാരണം എന്താണ്? 1 എന്ന് പറയുന്ന എലമെൻറ്റ് ടീൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫോൾസ് ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, ഫോൾസ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഏതൊരു എലമെൻറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത ഞാൻ സ്ട്രിങ് കൊടുത്താലും എ എടുത്ത് നോക്കിയാലും ഫോൾസ് വരും. കാരണം എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് ടീൻ്റെ അകത്തുണ്ട്. അതേസമയത്തിന് ഞാൻ ഇന്നു കൊടുത്താലോ ട്രൂ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇന്നും നോട്ടിനും മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇതിൻ്റെ തന്നെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് വേറെയും മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നും നോട്ടിനും ആണെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്ട്സിൻ്റെ അകത്തും കോൺസെപ്റ്റിൻ്റെ അകത്തും ഓരോ പ്രോഗ്രാംസിൻ്റെ അകത്തും നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന നോട്ടിനും ഇന്നും നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയായിട്ട് വരും. ചില കണ്ടീഷൻസ് വരും, നമുക്ക് പലതും നോക്കേണ്ട. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടപ്പിളിൻ്റെ അകത്ത് ഈ ഒരു എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഒരു മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, അടുത്ത വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ കോൺകാറ്റനേഷൻ ആണ്. അപ്പോൾ കോൺകാറ്റനേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ഞാൻ T1 എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത് ഞാൻ T2 എന്ന് പറയുന്ന ടപ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ 4, 5, 6 ഓക്കെ, ഈ 3 എലമെൻ്റുള്ള ഈ ഒരു ടപ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 ടപ്പിളും കൂടെ കോൺകാറ്റനേഷൻ ചെയ്യണം. അതായത് ഈ 2 ടപ്പിളും കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ ടപ്പിളാക്കി കാണിക്കുക. ഓക്കെ, അപ്പം ഞാൻ T1 + T2 ഓക്കെ, രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ കാണിക്കുന്നത്? രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒറ്റ ടപ്പിളായിട്ട് കാണിക്കും. കണ്ടോ ഇവിടെ 1, 2, 3, 4.5, 5.5, ABC, 4, 5. അപ്പോൾ നമ്മൾ കോൺകാറ്റനേഷൻ പഠിച്ചു. കോൺകാറ്റനേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 2 ടപ്പിൾ തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കോൺകാറ്റനേഷൻ ചെയ്യാൻ ഇപ്പോൾ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിലും ടപ്പിളിലാണെന്നുണ്ടെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്ത് നമുക്ക് പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷനാണ്. റെപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മൾ നേരത്തെ സ്ട്രിങ്ങിൽ നമ്മൾ ഈ ഒരു സെയിം സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ടപ്പിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ T2 സ്റ്റാർ 3 ടൈംസ്. ഈ 3 ടൈംസ് എനിക്ക് ഈ ഒരു T2 എന്ന് പറയുന്ന ടപ്പിൾ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ,
എന്ത് വരുന്നു 4 5 6 4 5 6 4 5 6. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണോ അത്രയും പ്രാവശ്യം ഈ ഒരു ടപ്പിൾ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടപ്പിൾ ഒരു ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണെന്ന്. പക്ഷേ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മ്യൂട്ടബിൾ ആണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ T2 ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 4 വരും. കാരണം എന്താ, ഞാൻ T2ൻ്റെ 0th എലമെൻ്റാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് 4 എന്ന് വന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു എന്താ പറയുക ഒരു ലിസ്റ്റും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. L ഈസ് ഈക്വൽ ടു 1 2 3. ഞാൻ റെഫറൻസിന് വേണ്ടി 1 2 3 ഞാൻ എടുത്തു. ഇനി അടുത്ത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ അകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ എന്താ പറയുക ചേഞ്ച് ചെയ്യണം. ഓക്കെ, L ഓഫ് 0 അതായത് 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് അവിടെ ഞാൻ 8 ആക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ ഒരു ലിസ്റ്റ് ഞാൻ പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് കാണിക്കും? ഇവിടെ എനിക്ക് കാണിക്കാൻ പോകുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 2 3 ആയിരിക്കും എനിക്ക് കാണിക്കാൻ പോകുന്ന ലിസ്റ്റ്. അതെന്തുകൊണ്ടാണ് 8 2 3 കാണിച്ചത്? കാരണം അത് മ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. ഇൻ കേസ് ഞാനിവിടെ T2 ഓക്കെ T2 ഓഫ് 0 ഞാൻ 8 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ 4 വരേണ്ട സ്ഥാനത്ത് 8 കൊടുത്ത്. അപ്പോൾ നമുക്ക് വരേണ്ട 8 5 6 ആണ്. അതൊരിക്കലും വരത്തില്ല. കാരണം എന്താ, അതൊരു ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. ഇനി ഞാനത് പ്രിൻറ്റ് ചെയ്താലും അതെനിക്ക് അവിടെ എററായിട്ടേ കാണിക്കത്തുള്ളൂ. ഓക്കെ, കണ്ടോ എറർ കാണിച്ച്. ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അസൈൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സും മിന്നും ഫംഗ്ഷനാണ്. ഓക്കെ, മാക്സും മിന്നും ഫംഗ്ഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം T2 ആണെന്നുണ്ടെങ്കിൽ 4 5 6 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള മാക്സിമം വാല്യൂ എത്രയാണ്? 6. ഇൻ കേസ് നിങ്ങൾക്കൊരു 1000 നമ്പേഴ്സ് ഉള്ള ഒരു ടപ്പിളാണ് തന്നെന്ന് വിചാരിച്ചോ. അതിൻ്റെ അകത്ത് ഷഫിൾഡ് ആയിട്ടാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക അതിൻ്റെ അകത്തുള്ള മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത്? അതുപോലെ തന്നെ മിനിമം വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് മാക്സിമം മിനിമം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മാക്സിമം ഓഫ് T2 പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നു. അപ്പം ഇവിടെ എഴുതി കാണിക്കും 6 ആണ് ഇതിലുള്ള മാക്സിമം വാല്യൂ എന്ന്. സെയിം രീതി തന്നെ നമുക്ക് മിനിമം നോക്കാം. ഓക്കെ, മിനിമം ഓഫ് T2. പക്ഷേ ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടപ്പിളിൻ്റെ അകത്തുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സെയിം ഡേറ്റ ടൈപ്സിലുള്ളതായിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ സെയിം നമ്പേഴ്സ് മാത്രമാണ്. ഇൻ കേസ് ഞാൻ ഇവിടെ T2ന് വരാം T1ൻ്റെ മിനിമമാണ് ഞാൻ നോക്കിയിരുന്നുണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കും. കണ്ടോ എറർ കാണിച്ചിരിക്കുന്നത്? കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് സ്ട്രിങ്ങും ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട്, പല ഡേറ്റ ടൈപ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇവിടെ ഒരു എററായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെയിം ഡേറ്റ ടൈപ്പുള്ള ടപ്പിൾസ് അല്ലെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം മിനിമം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാക്സിമം മിനിമം ഫംഗ്ഷന് ലിസ്റ്റിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഞാനിപ്പോൾ ലിസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടാണ് L ഈസ് ഈക്വൽ ടു 1 2 3. ഓക്കെ, ഇനി ഇതിൻ്റെ മിനിമം ഓഫ് ലിസ്റ്റ് നോക്കാം. എന്താ കാണിക്കേണ്ടത്? 1 ആണെന്ന് ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അടുത്ത മാക്സിമം നോക്കിക്കേ. മാക്സ് ആണെന്നുണ്ടെങ്കിൽ സെയിം ടൈം വർക്കാവും. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും രണ്ടിലും ആപ്ലിക്കബിൾ ആണ്. ചില കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്തുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഇപ്പോൾ ഒരു ടപ്പിളിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ, അതായത് ഒരു വാല്യൂവിൻ്റെ ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പം T2 ഡോട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഏതാണ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു വാല്യൂ നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ T2ൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ 6ൻ്റെ ഇൻഡെക്സ് നമുക്ക് നോക്കാം. റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ടപ്പിൾ തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ ഇൻഡെക്സ് നിങ്ങൾക്ക് കറക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ T2 ഡോട്ട് ഇൻഡെക്സ് ഓഫ് ആ ഒരു വാല്യൂ നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇൻഡെക്സ് കിട്ടും. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 0 1 2 ആണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 എന്ന് ഇവിടെ വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ അകത്ത് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യത്തിന് ആർഗ്യുമെൻ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ആർഗ്യുമെൻറ്റിന് നമുക്ക് പാസ് ചെയ്യണം ഒരൊറ്റ വേരിയബിളാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഇത് വരാം, നമ്പർ വരാം, ഇൻറ്റിജർ വരാം, എന്ത് വേണോ വരാം ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എന്താ പറയുക T1 ഡോട്ട് ഇൻഡെക്സ് ഓഫ് എ എന്ന് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇൻഡെക്സ് എനിക്ക് കാണിച്ചു തരും. ഓക്കെ,
കേട്ടോ 5 എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ പാസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ഒരു ടപ്പിളിൻ്റെ അകത്തുള്ള വാല്യൂ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡെക്സ് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഫംഗ്ഷനാണ്. ഞാനിപ്പോൾ ഈ ഒരു 4 ഞാനൊരു 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഞാനിവിടെ t2 ഡോട്ട് കൗണ്ട് കൊടുത്തു. t2 ഡോട്ട് കൗണ്ട് ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ 4 കൊടുത്തു. ഓക്കെ, അപ്പോൾ 4 എത്ര പ്രാവശ്യം ആ ഒരു t2 എന്ന് പറയുന്ന ടപ്പിളിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ അകത്ത് കാണിച്ചു തരും. ഓക്കെ, 3 ടൈംസ് ഈ 4 എന്ന് പറയുന്ന വാല്യൂ അതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ടപ്പിളിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ടപ്പിളിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിക്ഷണറീസിനെ പറ്റി പഠിക്കും. ഡിക്ഷണറി കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഡിക്ഷണറി അതിൻ്റെ ഫംഗ്ഷൻസ് അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.